ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സമ്മതമറിയിച്ച് പന്ന്യൻ രവീന്ദ്രൻ. വയനാട്ടിൽ ആനി രാജ സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ C അരുൺകുമാറും സ്ഥാനാർത്ഥികളാകും. സൈഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകും. സൈഫ്, നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ തന്നെയാണ്. അതിൽ സംശയമുണ്ടായിരുന്നത് പന്ന്യന്റെ കാര്യത്തിൽ മാത്രമാണ്. അതിലും ഇപ്പോൾ ഒരു ഉറപ്പ് വന്നു എന്നാണോ? അതെ, പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു സൈഫുദ്ദീൻ. അത് നേതൃത്വത്തെ അറിയിച്ചു. പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് പ്രധാനമായും ഉണ്ടായത്. നാലുമിടത്തും പ്രധാനപ്പെട്ട ആൾക്കാരെ മത്സരിപ്പിക്കണം എന്ന തീരുമാനം എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് CPI നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ഇതുപ്രകാരമാണ്: തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, അതുപോലെ തന്നെ മാവേലിക്കരയിൽ C അരുൺകുമാർ, തൃശൂരിൽ VS സുനിൽകുമാർ, വയനാട്ടിൽ ആനി രാജ. ഈ 4 പേരും തന്നെയായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുക. പന്ന്യൻ മത്സരിക്കാനില്ല എന്ന് അറിയിച്ചെങ്കിലും മറ്റ് പേരുകളിലേക്ക് പാർട്ടി നേതൃത്വത്തിന് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തന്നെ മത്സരിക്കണം എന്ന ആവശ്യം ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായപ്പോൾ അദ്ദേഹം അതിനെ സമ്മതം അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. താല്പര്യമില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പക്ഷേ അദ്ദേഹം താല്പര്യം അറിയിച്ചിട്ടുണ്ട്. AYFന്റെ നേതാവാണ് C അരുൺകുമാർ. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ C അരുൺകുമാർ തന്നെയായിരിക്കും മത്സരിക്കുക. പിന്നീടുള്ളത് ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂരാണ്. തൃശൂരിൽ മുൻ മന്ത്രി VS സുനിൽകുമാർ മത്സരിക്കും എന്ന തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നാലും ഇല്ലെങ്കിലും രാജ തന്നെയായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി. ഒരു വനിതാ പ്രാതിനിധ്യം വേണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആനി രാജയെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി CPI നേതൃത്വം ധാരണയിലെത്തിയിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം 26-ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാളെ മുതൽ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ചേരുകയാണ്. ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ പേരുകൾ വിശദമായി ചർച്ച ചെയ്യും. ജില്ലാ എക്സിക്യൂട്ടീവിന് മറ്റേതെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതുകൂടെ ചേർത്തായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുന്നത്. 26-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ ഈ 4 പേരുടെയും പട്ടിക അംഗീകരിച്ച് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സൈഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.